ഹായ് ഓൾ, വെൽക്കം ടു അവർ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫിഷ് മോളി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫിഷ് മോളി ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പോംഫ്രെറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് നെയ്മീൻ, മോത, അതുപോലെ കരിമീൻ, വൈറ്റ് പോംഫ്രെറ്റ്, എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് അത് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 1/2 kg കറുത്ത ആവോലി ബ്ലാക്ക് പോംഫ്രെറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം ഫസ്റ്റിൽ നമുക്കത് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു 1 ടീസ്പൂൺ ഫ്രഷ്ഡ് പെപ്പർ, ഫൈൻ പൗഡർ പെപ്പർ പൗഡർ യൂസ് ചെയ്യല്, ഇതേപോലെ തരിതരിപ്പായിട്ടുള്ളതായ കുരുമുളകാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ടർമറിക് പൗഡർ, then 1/4 ടീസ്പൂൺ to 1 ടീസ്പൂൺ സോൾട്ട്, then ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1 ടീസ്പൂണും ഒരല്പം കൂടെ കാണും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇത് നമ്മളുടെ മീനിലേക്ക് ഇങ്ങനെ പുരട്ടുക. ഇങ്ങനെ പുരട്ടി ഏകദേശം മിനിമം ഒരു 1 hour എങ്കിലും സൂക്ഷിച്ച ശേഷം പിന്നെ നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. ഞാനിത് മാരിനേറ്റ് ചെയ്തു വെച്ചു. ഇനിയും 1 മണിക്കൂർ അങ്ങനെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം. അതായത് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് മീൻ ഞാൻ ഏകദേശം 1 hour ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ 1 hour വേണമെന്നില്ല, 1/2 hour to 1 hour 2 hours ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ബാക്കി കുക്കിംഗ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ തവ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തതായ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയാണ്. വൺ സൈഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 minutes ഇടുക. പിന്നെ 3 minutes കഴിഞ്ഞ് പിന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് അനദർ 3 minutes. ഒത്തിരി നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട, ഒരുപാട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞ് ബാക്കി കുക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3 minute വൺ സൈഡ്, പിന്നെ അത് 3 minute കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് അഗെയിൻ 3 minutes. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 3 minute കഴിഞ്ഞു. ഞാൻ വൺ സൈഡ് ഇനി അതർ സൈഡിൽ തിരിച്ചിടുകയാണ്. അതും ഒരു 3 minutes.
ഇങ്ങനെ ഇത്ര മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇത് ഞാൻ മാറ്റുകയാണ്. അതുപോലെ ഇതേപോലെ ഇതേ സൈഡിൽ തന്നെ ബാക്കി കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുക. ഫിഷ് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ആ എണ്ണ കളയണ്ട, അത് നല്ലതാണ്, നല്ല ടേസ്റ്റ് വരുവേ. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഞാൻ വീണ്ടും ഒഴിക്കുന്നത്. മീൻ ഫ്രൈ ചെയ്യാൻ എടുത്തതും 2 ടേബിൾ സ്പൂണായിരുന്നു. അത് കഴിഞ്ഞ് അഗെയിൻ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഹോൾ സ്പൈസസ് എന്തൊക്കെയാണ് വെച്ചത്? 1 ഇഞ്ച് നീളമുള്ള 2 സിനമണ്, ഒരു 5 കാർഡമം ഏലക്ക, ഒരു 5 ക്ലോവ്സ് ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂണ് പെപ്പർ, ഹോൾ പെപ്പർ. അത് ഒന്നും മൂത്തോട്ടെ. ഓക്കെ, വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു 2 മീഡിയം സൈസ്ഡ് അനിയൻ ചോപ്പ് ചെയ്തത് ആദ്യമായിട്ട് ഇത് ഒത്തിരി ബ്രൗൺ അങ്ങനെ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, സോഫ്റ്റ് ആയാൽ മതി. ബ്രൗൺ ഒക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ കളറ് ചേഞ്ച് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റ് ആകുക. ടു മിനിറ്റ്സ് ഇളക്കിയാൽ മതി. ഇത് സോഫ്റ്റായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 8 നമ്പേഴ്സ് ഗാർലിക്സ് ഞാൻ നീളത്തിലായിരുന്നു, ഒരു 1 ടേബിൾ സ്പൂണ്. അതിലേക്ക് തന്നെ ഒരു 1 ടേബിൾ സ്പൂണ് 1 ഇഞ്ച് നീളത്തിൽ ജിഞ്ചർ, ഇഞ്ചി. അത് നീളത്തിലും അരിയാം, അതല്ല ചെറുതായിട്ട് സ്മോളായിട്ട് അരിഞ്ഞത്. മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് അതിൻ്റെ സ്മെല്ലങ്ങ് മാറി കിട്ടുവേ. ഇതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക് 3. അത് നിങ്ങളുടെ ഫാമിലിയിൽ എരിവിൻ്റെ ഇത് ചെയ്യുക. ചില പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന അത് വലിയ എരിവില്ലാത്ത ടൈപ്പ് നമ്മൾക്ക് ഇവിടെ കിട്ടും. അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പച്ചമുളക് 2 കറി ലീഫ് അതുമായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഉള്ളി നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ജിഞ്ചറിൻ്റെയും ഗാർലിക്സിൻ്റെ ആ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ,
1 ടീസ്പൂൺ പൗഡർ, മല്ലിപ്പൊടി അത് ഇടുക. പിന്നെ ഉപ്പ് ചേർത്താണ്. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് ഇപ്പം ഇട്ട പച്ച മസാലയുടെ മണമൊന്ന് മാറി നേരെ വേണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കോക്കനട്ടിൻ്റെ 2ാം പാലിലേക്ക് ഒഴിക്കുക. അതായത് ഇത് 1.5 കപ്പുണ്ട്. 1 കപ്പ് 2ാം പാല്. നിങ്ങൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുക. അതല്ല ടിന്നിലെ മിൽക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വാം വാട്ടർ ഒഴിച്ചാൽ മതി. അതല്ല ഫ്രഷ് കോക്കനട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് എന്താ പറയുക, ഒരു മുറി മിക്സിയിലിട്ട് ഫസ്റ്റ് ഇത് ചെയ്യുക. ഞാനിത് ഒഴിച്ചു. ഒന്ന് തിളക്കട്ടെ. ഇത് 2ാം പാൽ ഒന്ന് ചൂടായി. അതിലേക്ക് എന്താ പറയുന്നത്, ഞാനൊരു 8 കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ്സ് സോക്ക് ചെയ്ത ശേഷം അത് നന്നായിട്ട് അരച്ചെടുത്തത് ചേർക്കുക. മറ്റൊന്നല്ല, ഇത് ചേർക്കുമ്പോൾ ഒരു റിച്ച്നെസ് ഈ ഗ്രേവിക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഇനിയും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതായ ഈ ഫിഷ് പതുക്കെ ഇതിനകത്തോട്ട് ചേർത്ത് ചെയ്യുക. ഇനിയും ഞാൻ ഒരു 1 മീഡിയം സൈസ് ഉള്ള ടൊമാറ്റോ ഇങ്ങനെ റൗണ്ടിൽ തിക്കായിട്ട് തന്നെ ഇരുന്നോട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ പുറത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഇത് നമുക്ക് കുക്ക് ചെയ്യാം. 5 to 7 മിനിറ്റ്സ്. കാരണം ഓൾറെഡി ഫിഷ് നമ്മൾ ഇത് ചെയ്തതാണ്. പിന്നെ ടൊമാറ്റോ എല്ലാം വേകാൻ വേണ്ടിയാണ് 5 മിനിറ്റ്സ് ഇട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞ് അത് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ ഈ മീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും നമ്മൾ തവയോ സ്പാറ്റിലോ ഇട്ട് ഒന്നും കുത്തരുത്. അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ തവ ഒന്ന് കറക്കാം. ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലിരിക്കുന്നത് നമ്മൾ അതെന്താ വെച്ചാൽ ഇനി അടുത്ത് നമുക്കൊന്ന് എന്താണ് കടുക് വറക്കാം. നോർമലി അത് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഓപ്ഷനില്ല. പക്ഷേ കടുക് വറക്കാൻ നേരെ നമുക്ക് കോക്കനട്ട് മിൽക്ക് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. ഞാൻ
ഇവിടെ അത് ഞാൻ യൂഷ്വലി ചെയ്യുമ്പോൾ ഈ കടുക് താളിച്ചിടാറുണ്ട്. ഒരു 2 ടീസ്പൂണോ കോക്കനട്ട് ഓയിലോ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ടു. അത് പൊട്ടി. അതിലേക്ക് ഒരു മൂന്ന് നമ്പേഴ്സ് ചുമന്നുള്ളി അതിട്ടു. അത് കഴിഞ്ഞ് അല്പം കറി ലീഫ് കൂടി ഇട്ടു. 2 ചുമന്ന മുളക് ഇട്ടു. ഇത് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കറിയിലോട്ടല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഈ എന്താ പറയുന്നത് ഫസ്റ്റ് മിൽക്ക് എടുത്ത് ഒന്നാമത്തെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അതിലേക്ക് അത് 1 കപ്പാണ്. 1 കപ്പ് കോക്കനട്ട് മിൽക്ക് അതിലേക്ക് ഞാൻ ഇതിങ്ങോട്ട് താളിച്ചൊഴിക്കുകയാണ്. ഇതിൻ്റെ ആ സ്മെല്ലെല്ലാം നിൽക്കാൻ വേണ്ടി ഞാനിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് അടങ്ങിയിരിക്കട്ടെ. ഈ 1-ാം പാല് ഈ മിക്സ് കണ്ടല്ലോ, അതായത് കടുക് താളിച്ചത് ഞാൻ ഇതിനകത്ത് 1-ാം പാലിലേക്കാണ് ഇട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ ഫസ്റ്റ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല. പിന്നെ 2 കാര്യം കൂടി ചെയ്യാനുണ്ട്. 2 കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ തൂകുക. ദെൻ ഒരു 1 ടീസ്പൂൺ വിനാഗർ അതിലൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫിഷ് മോളി എപ്പോഴും ഉണ്ടല്ലോ, ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതൊരു മിനിമം ഒരു അവേഴ്സ് ബിഫോർ ചെയ്ത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ചെയ്താൽ എന്നിട്ട് അത് കൂട്ടുമ്പം നല്ല ടേസ്റ്റായിരിക്കും. നോക്കട്ടെ ഞാൻ എല്ലാം ഉണ്ടോ എന്നൊന്ന് ഇത് ചെയ്യട്ടെ. എല്ലാം ഉണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഞങ്ങൾക്കിതെല്ലാം കറക്റ്റ് എന്താ എരിയും ഉപ്പും എല്ലാം ആണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യും. ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ നൂൽപുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം. ഞങ്ങളുടെ വീട്ടിൽ ഇത് നന്നായിട്ട് ഓടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.